മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ പലപ്പോഴും നമ്മളിലേക്ക് തെറ്റായ അറിവുകൾ എത്തിച്ചുകൊണ്ട് ചിലർ ലാഭം കൊയ്യുന്നുണ്ട്. നമ്മളതിൻ്റെ ഇരകൾ മാത്രമാണ്. ചില ആഹാരപദാർത്ഥങ്ങൾ വളരെ ഔഷധമൂല്യമാണെന്ന് മഹത്വവൽക്കരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നുണ്ട്. ചില ആഹാരപദാർത്ഥങ്ങൾ വളരെ ദോഷം ചെയ്യും എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോൾ ചില ഏരിയാസ് തന്നെ ഉണ്ടാവും ഓർഗാനിക് ഫാമിംഗ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട്. ഒട്ടുമേ വളം ചേർക്കാത്ത, ഒട്ടുമേ മരുന്നടിക്കാത്തതാണ്, 5 ഇരട്ടിയാണ് വില. അതിൻ്റെ അർത്ഥമുണ്ടോ, അതിന് വലിയ ഗുണമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അതുപോലെ തന്നെയാണ് ചില ആഹാര പദാർത്ഥങ്ങൾ വളരെയധികം ഔഷധ ഗുണമുള്ളതാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കേണ്ടത്. ഇത് രണ്ടും ഇതിനിരകളാവരുത്. ഇതിൻ്റെ ശാസ്ത്രീയ അടിത്തറ എന്തെങ്കിലുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് മുട്ട കൊടുക്കുമ്പോൾ ഏത് മുട്ടയാണ് നല്ലത്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ മഞ്ഞക്കരുടുത്ത് മാറ്റേണ്ടതുണ്ടോ, 3 കാര്യങ്ങളാണെന്ന് പറയുന്നത്. കോഴിമുട്ട കൊടുക്കുന്നത് കുട്ടികൾക്ക് 10ാം മാസത്തിൽ മഞ്ഞ കൊടുക്കാം, 1 വയസ്സാകുമ്പോൾ മുഴുവനായിട്ടും കൊടുക്കാം. ഏറ്റവും നല്ല ഗുണമുള്ള പ്രോട്ടീൻസ് അതിന് അടങ്ങിയിരിക്കുന്നു. അതിൽ മഞ്ഞക്കരുവിൽ നന്നായിട്ട് കൊഴുപ്പും അടങ്ങിയിരിക്കുന്നു. കൊളസ്ട്രോൾ അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ കൊളസ്ട്രോൾ കൂടും എന്ന് കരുതിയിട്ട് കുട്ടികൾക്ക് മുട്ട കൊടുക്കാതിരിക്കരുത്. തൂക്കം കുറഞ്ഞ കുട്ടികൾക്ക് ഏറ്റവും നല്ല ഒരാഹാരമാണ് മുട്ട. അത് 2 അല്ല, ചിലപ്പം 3 കൊടുത്തു കഴിഞ്ഞാലും കൊളസ്ട്രോൾ കൂടും എന്നുള്ള ഭീതിയുടെ ആവശ്യമില്ല തൂക്കം കുറവുള്ള കുട്ടികൾക്ക്. പിന്നെ ഇപ്പോൾ കാടമുട്ടയാണോ നല്ലത്? കാടമുട്ടയെക്കുറിച്ച് ഒരുപാട് മഹത്വവൽക്കരിക്കപ്പെട്ടത്. ആസ്മ ഉണ്ടാവില്ല, ഇതുണ്ടാവില്ല, അതുണ്ടാവില്ല, ഒരുപാട് ഗുണങ്ങളുണ്ട്. സത്യത്തിൽ അത് എത്ര 5 ഇരട്ടിയാണ് വില കൊടുക്കേണ്ടി വരുന്നത് ഒരു കോഴിമുട്ടയ്ക്ക് സമാനമായിട്ടുള്ള തൂക്കം വലിപ്പമുള്ള ഒരു മുട്ട ഉണ്ടാവാൻ. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഔഷധമൂല്യം കാടമുട്ടയ്ക്ക് ഇല്ല. ഇത്തിരി വൈറ്റമിൻസ്, മിനറൽസൊക്കെ കോഴിമുട്ടയെ അളത്ത് നോക്കുമ്പോൾ ഉണ്ട്. പക്ഷേ അതിനുവേണ്ടി കൊടുക്കുന്ന വിലയോ? അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കോഴിമുട്ട വിട്ട് കാടമുട്ടയുടെ പുറകിൽ പോകേണ്ട കാര്യമില്ല. അതുപോലെ താറാമുട്ടയുടെ കാര്യത്തിലും പോകേണ്ട കാര്യമില്ല. കോഴിമുട്ട മാത്രം മതി. അപ്പോൾ മഞ്ഞക്കറി കൊടുക്കുന്നതിന് ഭീതിയുടെ ആവശ്യമില്ല. 1 വയസ്സിന് ശേഷം എല്ലാ കുട്ടികളും കോഴിമുട്ട കൊടുക്കാം. തൂക്കം കുറഞ്ഞ കുട്ടികൾക്ക് ഏറ്റവും നല്ല ഒരു ഭക്ഷണ പദാർത്ഥമാണ് മുട്ട. അത് കോഴിമുട്ട തന്നെ മതിയാവും. കാടമുട്ടയുടെ കാര്യത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ താറാമുട്ടയുടെ കാര്യത്തിലും. താറാമുട്ട ചില കുട്ടികൾക്ക് ചില ഘടകങ്ങൾ അലർജി ഉണ്ടാക്കാം. കാടമുട്ട ആസ്മക്ക് നല്ലതാണെന്നൊക്കെ പറയുന്നത് അത് തെറ്റാണ്. ഇതുവരെയും അങ്ങനൊരു തെളിവില്ല.